BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി, അവർ ഈ പുറത്ത് പ്രകടിപ്പിക്കുന്നത് പോലെ ഈ ഇലക്ഷനിൽ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഭയങ്കര ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നത് നമുക്ക് കേൾക്കാം. 400 സീറ്റ് കടക്കും, അത് കടക്കും, ഇത് കടക്കും എന്നൊക്കെ. ഈ 400 സീറ്റൊക്കെ ഇവർ കടക്കുമെങ്കിൽ, അത് പല മാർഗങ്ങളുണ്ട് സീറ്റ് കടക്കാൻ. 400 സീറ്റുകളൊക്കെ കടക്കും എന്നുള്ള അത്രയും ഉറപ്പുണ്ടെങ്കിലേ ഇതേപോലെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തേണ്ട കാര്യമുണ്ടോ? അതായത് ഒരു രാജ്യത്തൊരു നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ, ഇവിടെ നമ്മുടെ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ പറയപ്പെടുന്നു, നമ്മുടെ ഭരണഘടന പറയുന്നതും ഡെമോക്രാറ്റിക് ജനാധിപത്യ രാജ്യമെന്നാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് നമ്മുടെ. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിൽ ഒരുപാട് വിള്ളലുകൾ വീണു. ജനാധിപത്യ വ്യവസ്ഥിതി ഇവിടെ ശരിയായിട്ട് പുലരുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ പലപ്പോഴും വന്നു കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സൊക്കെ അവർ പഠിച്ച് കണക്കാക്കിയപ്പോൾ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പിന്നിലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. ആ കാഴ്ചപ്പാട് വരാൻ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഈ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ട്, പ്രതിപക്ഷം ഇല്ലാതാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള ജനാധിപത്യം, അതാണ് ഇവിടെ ഇന്ന് ആവശ്യം. മാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഓരോരുത്തർ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. അത് കേരളത്തിൽ ആ പ്രശ്നമില്ല. കേരളത്തിനെ അല്ല ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ അതുപോലുള്ള മറ്റ് സ്റ്റേറ്റ്സുകളിലൊക്കെയാണ്. അവിടെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ആളിൽ വിശ്വസിക്കുന്ന ആളിൽ വിശ്വസിക്കുന്ന മാത്രം ആണ് ആളുകൾ എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അയാൾ എങ്ങോട്ട് പോയാലും നോക്കേണ്ട കാര്യമില്ല, അയാളാണല്ലോ. നേരെ മറിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ മുന്നണിയിലോ വിശ്വസിക്കുന്ന ആളുകൾ അയാൾക്ക് വോട്ട് കൊടുക്കുക. വോട്ട് കൊടുത്തതിന് ശേഷം ഇയാൾ ജയിച്ചിട്ട് നേരെ മറുകണ്ഠം ചാടി വേറെ ഇതിൽ പോവുക. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ കൊടുത്ത ആ അംഗീകാരം എന്ന് പറയുന്നത് ഇയാൾ അവിടെ ഇരിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. പക്ഷേ ഇയാളങ്ങ് പോയി അവിടുന്ന്. ജനങ്ങളെ വഞ്ചിക്കലല്ലേ? അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ ഇൻഡെക്സിൽ ഒരുപാട് താഴോട്ട് പോകും. അത് മാത്രമല്ല, പിന്നെ വരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടി തന്നെ നടത്തിയെടുക്കുക. അങ്ങനെ വരുന്ന ഉടനെ ആ മുന്നണിയിൽ നിന്ന് ആ പാർട്ടി തന്നെ പോയി അടുത്ത മുന്നണിയിലോട്ടങ്ങ് ആവുക. അപ്പോൾ വലതു മുന്നണിയിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിലൊക്കെ നിന്ന് ജയിച്ചു കഴിഞ്ഞ ഉടനെ മറ്റവരെ ഇന്ന് പണമൊക്കെ വാങ്ങിക്കൊണ്ട് റെഡി ആയിക്കൊണ്ട് അടുത്ത മറ്റേ മുന്നണിയിലോട്ടങ്ങ് മാറുക മൊത്തമായിട്ട്. അങ്ങനെ മൊത്തമായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഡിഫെക്ഷനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ ഒരു ആർഗ്യുമെന്റ് വന്നു കേട്ടോ. ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സോളിസിറ്റർ ജനറൽ ആർഗ്യൂ ചെയ്യുകയാണ്, അതായത് ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് എനി ഡിഫെക്ഷൻ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഈ വേലിയാട്ടം ഇവിടെ ഉണ്ടായില്ല, അതായത് മറുകണ്ഠം ചേർന്നില്ല, മറുപക്ഷം ചേർന്നില്ല, ഇവരെ വഞ്ചിച്ചിട്ടില്ല, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം പറഞ്ഞ ദർ ഇസ് നോ ഹോഴ്സ് ട്രേഡിങ്, അതായത് കുതിര കച്ചവടം നടന്നില്ല എന്നുള്ള ആർഗ്യൂ ചെയ്യാണ്. എന്നിട്ട് ആർഗ്യൂ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ അടുത്ത ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? There is in fact no horse trading. The stable as such has gone എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ കുതിര കച്ചവടം നടന്നില്ല, പക്ഷെ കുതിരയായ മൊത്തമായിട്ടാണ് പോയേക്കുന്നതെന്ന് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറയാനിടയായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ സുപ്രീം കോടതിയിൽ ഉള്ള ഒരു ആർഗ്യുമെന്റാണ് ഞാനീ പറഞ്ഞത്. ജഡ്ജിമാർ കേട്ട് ചിരിച്ചുപോയി എന്നുള്ളതാണ് വസ്തുത. കാരണം കുതിര കച്ചവടം നടന്നില്ല, കുതിരയായിട്ട് ആരും വിലയ്ക്ക് വാങ്ങിക്കാൻ വന്നില്ല, കുതിരലായ മുഴുവനായിട്ട് അങ്ങ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി മുഴുവനായിട്ട് അങ്ങ് പോവുകയാണ്. അതെനിക്കൊന്ന് ഗോവയിലെ പ്രശ്നത്തിനാണോ അങ്ങനെ ആർഗ്യുമെന്റ് വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു കേസിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഇൻഡെക്സിലേക്ക് നമ്മൾ ഒരുപാട് താഴ്ന്നു പോകും നമ്മുടെ രാജ്യം. അത് പരസ്യമായ ഒരു രഹസ്യമാണ് ഇപ്പോൾ കേട്ടോ. അത് ആ രീതിയിലേക്ക് മാറുക. പക്ഷേ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അക്സെപ്റ്റ് ചെയ്തത് ഇല്ല. അദ്ദേഹം പറയുന്നത്, അവരൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മളെന്ന്. എവിടെ ജനാധിപത്യം? അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ, ജനങ്ങൾ വോട്ട് വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കുന്നു, ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നു, അതിനെ വഞ്ചിച്ചുകൊണ്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. ഇതെല്ലാം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാലോ, ഇങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് പൈസ ഇവരെ പിടിച്ചു പറിച്ചെടുക്കാൻ വേണം.
ഒരു MLAക്കൊക്കെ ഒരു 50 ലക്ഷം രൂപ, അല്ല 50 ലക്ഷം അല്ല, സോറി, 50 കോടി രൂപ, നമുക്ക് ലക്ഷമേ നമ്മുടെ മനസ്സ് വരുള്ളൂ. 50 കോടി രൂപ ഒക്കെയാണ് വിലയിട്ട് കൊടുക്കുന്നത്. 50 കോടി മുതൽ 100 കോടി വരെ വിലയിടുന്ന ആളുകളുണ്ട്. അത് ഓരോ സമയത്തിന് അനുസരിച്ചിരിക്കും, ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇവർ ഇതുപോലെ പണം കൊടുത്ത് ഒക്കെ കൊണ്ടുപോകണം. ആ പണം കൊടുക്കണമെങ്കിൽ എന്താണ്? പണം ധാരാളം വേണം. അതിനൊക്കെ എവിടുന്നാണ് ഈ പണം കണ്ടെടുക്കുന്നത്? ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന് തേങ്ങ വെട്ടി കൊണ്ടുവന്ന് പണമൊന്നും ഇതിന് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. അതിന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? ഓരോ മാർഗം കണ്ടുപിടിക്കും എങ്ങനെയൊക്കെയാണെന്ന്. മുമ്പൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ന് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി പണം വാങ്ങും. ആളുകളുടെ ഇന്ന് കോർപ്പറേറ്റ്സിൻ്റെ ഇന്നൊക്കെ വാങ്ങും, കമ്പനികളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 20,000 രൂപ, ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 20,000 രൂപ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവന എന്നാ പറയുന്നത്. ഇത് കേട്ടോ, ഒരു തന്നെ കഴുത്തിന് പിടിച്ച് കുത്തി നിർത്തി, കുനിച്ചു നിർത്തി, ഇടിച്ച് അവൻ്റെ കൂമ്പിലിടിച്ചിട്ട് അവൻ്റെ ഇന്ന് പണം പിടിച്ചു പറിച്ച എടുക്കുന്നതിനും സംഭാവന എന്നാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും. അങ്ങനെ ഈ സംഭാവന വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെന്നറിയോ? ആ സംഭാവനയ്ക്ക് കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കൊടുക്കണ്ട. അപ്പം നോക്കിയപ്പോൾ എന്തെന്നറിയോ? ഇത് പുറത്ത് പേര് എങ്ങനെയായാലും പുറത്ത് വരുമല്ലോ, ഇതറിയുമല്ലോ ഇന്നാരെ ഇന്ന് പണം വാങ്ങിയെന്ന്. അങ്ങനെ അറിയാതിരിക്കാൻ ഒരു മാർഗം അവർ കണ്ടുപിടിച്ചതാണ് ഇലക്ട്രൽ ബോണ്ട് കേട്ടോ. ആ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഓവന പേരിൽ ഈ പണം പിടിച്ചു പറിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ആദ്യം അതിനു വേണ്ടി ചില മെക്കാനിസം ഉണ്ട്. ടെസ്റ്റ് ഡോസായിട്ട് CBI അങ്ങോട്ട് പറഞ്ഞയക്കും, അവിടെ വലിയ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാരെ അങ്ങോട്ട് പറഞ്ഞയക്കും. ഈ ഒരു 3 മെഷീനറിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 1 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 CBI, 3 ED. അത് ED ഈയിടെ വന്ന പുതിയ സിലബസിലുള്ളതാണ്. പണ്ടൊന്നും ED പഴയ സിലബസിലൊന്നും ED ഇല്ല. മണി ലോണ്ടറിങ് പറഞ്ഞുകൊണ്ട് ED. അപ്പോൾ ഇത് ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ട് അവിടെ നിന്നുള്ള വന്ന് റെക്കോർഡ് വല്ലതും മാറിക്കൊണ്ട് അങ്ങ് ഒരു കമ്പനിയിൽ നിന്ന് പോകും. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഒതുക്കാനായിട്ട് നേരെ അവർ പോയി ഇതായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഒരു 10 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അങ്ങ് വാങ്ങിക്കും, BJPക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അന്വേഷണം ഇല്ല കേട്ടോ. ഒരു കമ്പനി ആണെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇതുപോലെ ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയാണ് കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു 25 ലക്ഷം രൂപയോ എന്തോ കൊടുത്തു. പിന്നെ അടുത്ത പ്രാവശ്യം നേരെ അത് 9 കോടി രൂപ ആക്കി. കാരണം അതിൻ്റെതായ പ്രയോജനം അവർക്ക് ഉണ്ടായി കാണും. അത് കഴിഞ്ഞതിന് ശേഷം അവർ അതിൻ്റെ അടുത്ത പ്രാവശ്യം ഒരു 6 കോടി രൂപ കൊടുത്തു. പിന്നെ അടുത്ത വർഷം അവർ എന്തോന്നറിയാമോ? ഒന്നും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചതോടുകൂടി ഇൻകം ടാക്സുകാർ എന്ന് ഏതാണ്ട് 1500 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം അങ്ങോട്ട് വന്നു. ഇമ്മീഡിയറ്റ്ലി അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ 50 കോടി രൂപയാണ് അടുത്ത പ്രാവശ്യം കൊടുത്തത്. അതോടുകൂടി ഇൻകം ടാക്സിൻ്റെ അന്വേഷണം ഇല്ല, CBIയുടെ അന്വേഷണമില്ല, ഒരന്വേഷണമില്ല. ഈ രീതിയിലേക്ക് 41 കമ്പനികൾ ഈ അന്വേഷണം നേരിടാൻ പോയ, അതായത് സെർച്ച് ചെയ്യപ്പെട്ട ഈ 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് സെർച്ച് ചെയ്യപ്പെട്ട കമ്പനികൾ, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പോകാൻ ഉള്ള ഒരുക്കമുള്ള കമ്പനികൾ, നടപടി തുടങ്ങിയ കമ്പനികൾ, സെർച്ച് ചെയ്യപ്പെട്ട് നടപടി ആയ കമ്പനികൾ, അങ്ങനെയുള്ള 41 കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് 2700 ശിഷ്ടം കോടി രൂപ BJPക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, ഈ മെക്കാനിസം ഉപയോഗിച്ച് ഈ പണം പിടിച്ചു പറിക്കുന്നത് തെരുവിൽ നിന്ന് കഴുത്തിന് കത്തി വെച്ച് ആളുകളെ നിന്ന് പണം പിടിച്ചു പറിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു സാധാരണ കള്ളൻ അവൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ കഴുത്തെ കത്തി വെച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്നുള്ള ചില്ലറ പൈസ, പോക്കറ്റിലുള്ള എല്ലാം പിടിച്ചു പറിച്ചെടുക്കും, അവൻ്റെ മൊബൈൽ ഫോൺ കവർന്നുകൊണ്ട് പോകും ചെയ്യും. അതിൻ്റെ വലിയൊരു രൂപമല്ലേ ഇവിടെ നടക്കുന്ന കൊള്ളയല്ലേ ഇത്? തീവെട്ടിക്കൊള്ള എന്ന് നമുക്ക് പറയാം. ഈ കൊള്ള നടത്തും. ഈ കൊള്ള പുറത്ത് വരരുത്, പുറത്ത് പറയാൻ പാടില്ല, വളരെ പരമ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. കാര്യം എന്താ? ജനങ്ങൾ ഇതൊന്നും അറിയരുത്. ആ കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നമ്മുടെ ഈ പ്രശാന്ത് ഭൂഷണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന, അവർ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR, അവരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പം
അപ്പോൾ എന്നിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ തരാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് കുറേ നാൾ കറങ്ങി കൊണ്ടു നടന്നു. ഇത് ഒരു മാർഗ്ഗമില്ലാതിരുന്നു. ഇത് കൊടുക്കാതിരിക്കാനുള്ള പണി ആവുന്നതും നോക്കി. അതിനിടെ ചേംബർ ഓഫ് കൊമേഴ്സിനെ കൊണ്ടും അവരെ കൊണ്ടും ഒക്കെ കേസ് കൊടുപ്പിച്ചു. ഇത് രഹസ്യമായിട്ട് വെക്കണം, പുറത്ത് പറയരുത്, ആ കമ്പനികളെ ആക്ഷേപിക്കരുത്, അവരെ ഹ്യൂമിലിറ്റ് ചെയ്യുന്നതിന് തുല്യമാവും. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. സുപ്രീം കോടതി പറഞ്ഞു മര്യാദയ്ക്ക് വിവരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിവരമൊക്കെ കൊടുത്തപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ടല്ല. ഇപ്പം മിണ്ടാട്ടമില്ല. അതായത് 7000-ൽ പരം കോടി രൂപ BJP മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷന് 3 മാസങ്ങളിലായിട്ട്, അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2019 വാങ്ങിയേക്കുന്ന 3050 കോടി രൂപയാണ് BJP വാങ്ങിയേക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയുടെ ചിലവാക്കാവുന്നത് 95 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 95 ലക്ഷം രൂപ വെച്ച് 540 മണ്ഡലങ്ങൾ ഒരിക്കലും ഇവർ മത്സരിക്കത്തില്ല, ഉണ്ടെന്നിരിക്കട്ടെ. ഈ എത്ര കോടി രൂപ ആവും? നമുക്കൊരു 530 കോടി രൂപ എന്ന് വെക്കാം. അതിൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ല. എന്തിനായി 3050 കോടി രൂപ? അപ്പോൾ ഇതേപോലെ നടത്തിയത് എന്തിനായത്? ഈ പണമെന്ന് പറയുന്നത് ഇതുപോലെ ആളുകളെ വിലയ്ക്ക് വാങ്ങാനും രാഷ്ട്രീയം വളർത്താനും പിന്നെ ഓരോരുത്തർക്ക് ആഹാരം കഴിക്കാനും യാത്ര ചെയ്യാനും കേട്ടോ അവനവൻ്റെ പോക്കറ്റിലേക്ക് തള്ളാനും ഒക്കെ ആയിട്ട് ആണ് ഈ പണം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പണം പിടിച്ചെടുക്കുക. ഇത് എടുക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ ജനങ്ങൾക്ക് വരുന്ന നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ 3050 കോടി രൂപയുടെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതായത് ഏപ്രിൽ 2, 2019 ഏപ്രിൽ 2 തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ററിം ഓർഡറിനകത്ത് ഈ കേസിൽ പറഞ്ഞിരുന്നത് എന്താ? അതായത് എത്ര പണം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ രേഖ കമ്പനികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECIക്ക് കൊടുത്തിരിക്കണം. അതുപോലെ ഇത് ഏതൊക്കെ ക്യാഷ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെ എത്ര കിട്ടിയെന്നുള്ളതിൻ്റെ സംബന്ധിച്ചുള്ള രേഖകളും കൊടുക്കണം, വിവരങ്ങളും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ കേസ് കൊടുത്തു കഴിഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളുടെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിലാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പം വിധി പറഞ്ഞാൽ പോലും ഈ കേസിൽ ഇറ്റ് റിലേറ്റ്സ് ബാക്ക്. അത് മുൻകാല പ്രാബല്യം ഉണ്ടതിന്. അന്ന് 2019 ഏപ്രിൽ 12 മുതലുള്ള മുൻകാല പ്രാബല്യം ഈ വിധിക്കുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള പണ ഇടപാടെല്ലാം ഇതിനകത്ത് വരും. ആ പണമിടപാട് വന്നു കഴിഞ്ഞാൽ എന്താ? ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അസാധുവാണെന്ന് കണ്ടതോടുകൂടി ഈ ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? ഈ കൊടുത്ത കമ്പനിക്കാർ ഇൻകം ടാക്സ് കൊടുക്കണം, വലിയ തുക 30% കൊടുക്കണം. ഈ വാങ്ങിയവന്മാർ ഇൻകം ടാക്സ് ഇതുപോലെ 30% കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പണമൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഒന്നുമില്ലല്ലോ. കോൺഗ്രസ്സുകാർ ഇത്ര വാങ്ങിച്ചെടുത്തു, AAP ഇത്ര വാങ്ങിയെടുത്തു, DMK ഇത്ര വാങ്ങിയെടുത്തു എന്നൊക്കെ പറഞ്ഞല്ലേ പോകുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ, മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ CPIയും പിന്നെ മുസ്ലിം ലീഗും ഒന്നും ഈ പണം വാങ്ങിയിട്ടില്ല, ഇലക്ട്രൽ ബോണ്ട്. അത് വാങ്ങാത്തത് അവർക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. കാരണം ഇവരെ കൊണ്ട് കൊടുത്തുകൊണ്ട് ആർക്കും പ്രയോജനമൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം കൊടുക്കാത്തത്. ഈ കൊടുക്കുന്നവരും എന്തെങ്കിലും ഉപകാരസ്മരണ പ്രതീക്ഷിച്ചാണല്ലോ ഈ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ അങ്ങോട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഇത് നഗ്നമായ അഴിമതിയല്ലേ? സ്വതന്ത്ര ഭാരതം കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരമുണ്ടോ? ബാക്കി എന്താ തള്ളി മറിക്കുന്നത്? ഇവിടുത്തെ കള്ളപ്പണം എല്ലാം ഇല്ലാതാക്കും. ഓരോ പൗരൻ്റെ അക്കൗണ്ടിലേക്കും ഇവിടെ 15 ലക്ഷം രൂപ പോകും കേട്ടോ, കിട്ടും. എനിക്ക് 15 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, 15 പൈസ പോലും കിട്ടിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടും. ഇത് ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരും. അഴിമതി പറയുന്നത് എന്തോ വേറെ. അതായത് ഈ പെട്രോളിൻ്റെ വില അത് 50 രൂപയായിട്ട് മാറ്റും. അന്ന് 72 രൂപ ഉണ്ടായിരുന്നു പെട്രോളിന്. ശരിയാണ്, മൻമോഹൻ സിംഗ് ഭരിക്കുന്ന അവസാന കാലത്ത് 72 രൂപയാണ് പെട്രോളിന്. പക്ഷെ അന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ വിലയോ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് $113 ബാരലിന് വില. ഇപ്പം എത്രയായി പെട്രോളിന്? ഈ 10 വർഷം കൊണ്ട് നമുക്ക് 50 കൊണ്ടുവന്നില്ലേ? 106 രൂപയിൽ നിൽക്കുകയാണ് ആയി. ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ വിലയോ വെറും $83. അപ്പോൾ ഇതിൽ അഴിമതി നടത്തുന്നത് ആരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇനി 100 കോടി രൂപ കേജ്രിവാൾ വാങ്ങി. അപ്പോൾ ഈ 7000-8000 കോടി വാങ്ങിക്കുന്നതൊന്നും പ്രശ്നമില്ല. 100 കോടി രൂപ കേജ്രിവാൾ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോകുന്ന എപ്പോഴാണ്? ഈ ഇലക്ഷൻ അങ്ങോട്ട് വരുമ്പോൾ ഇത് അയാളുടെ ആ സാന്നിധ്യം ഇല്ലാതാക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് അങ്ങോട്ട് ഇറക്കുന്നത്. ED അങ്ങോട്ട് ഇറക്കി വിടുക.
ED അങ്ങോട്ടിറങ്ങി ചെന്ന് കഴിഞ്ഞാലുള്ള കാര്യം മണി ലോണ്ടറിങ് അങ്ങ് പറയും. എന്താണ് മണി ലോണ്ടറിങ് എന്ന് അവർ പോലും അറിയാൻ വയ്യാതിരിക്കുക. മണി ലോണ്ടറിങ് അങ്ങോട്ട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് PMLA ആക്ട് അനുസരിച്ച് PMLA ആക്ട് അനുസരിച്ച് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം, അവരെ കസ്റ്റഡിയിലായാൽ അവർ ജാമ്യം വേണമെങ്കിൽ അവർ തെളിയിക്കണം അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. എളുപ്പമുള്ള കാര്യമല്ലേ? ഇപ്പോൾ ഒരാൾ ഒരുത്തനെ കൊന്നു, പ്രോസിക്യൂഷൻ പറയണ എവനാ കൊന്നത് അല്ല അവനെ കൊന്നു എന്ന്. ഇപ്പൊ ആവശ്യം എന്തുവാ? ഈ കൊന്നാൻ പറയണം ഞാൻ കൊന്നില്ല എന്ന്, അവൻ തെളിയിക്കണം കൊന്നില്ല എന്ന്. എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇതുപോലുള്ള കാടൻ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? അപ്പം ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം UAPA ആര് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ UAPA, ഒരു മാധ്യമപ്രവർത്തകൻ നമ്മുടെ UP അകത്ത് കിടന്ന് എത്ര നാളാണ്? എത്ര വർഷം? 4 വർഷം അല്ലേ? എന്തോ ചെയ്തിട്ടാ? അയാൾ ഒരു സ്ഥലത്തോട്ട് പോയി, അതേ ഉള്ളൂ. ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 19 അനുസരിച്ച് അയാൾക്ക് ഇന്ത്യയിലെ ടെറിട്ടറിയിൽ എവിടെയും മൂവ് ചെയ്യാം. അതനുസരിച്ച് അയാൾ അങ്ങോട്ട് യാത്ര പോയി, അതേ ഉള്ളൂ ചെയ്തേ. അയാളെ പിടിച്ച് നേരെ അകത്തിട്ടു. 4 വർഷം കേട്ടോ അവിടെ കിടന്നിട്ട് ഇറങ്ങി വന്നേക്കാണ്. ഇപ്പോഴും ഇതുപോലെ കിടക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ UAPA അങ്ങ് ഇതിനകത്തൊക്കെ അങ്ങിടും. അപ്പോൾ ഇതേപോലുള്ള നിയമങ്ങളുള്ളപ്പോൾ നമ്മുടെ ജനാധിപത്യം എങ്ങനെ നടക്കും? ഈ കേജ്രിവാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പക്ഷേ ഈ 1 വർഷം മുമ്പ് ഇവർ അറിഞ്ഞ കാര്യമായിരിക്കുമല്ലോ ഇത്. ഇപ്പോൾ സിസോദിയെ പിടിച്ചിട്ടിട്ട് എത്ര വർഷമായി? 1 വർഷത്തോളം ആവുന്നു. ഉപമുഖ്യമന്ത്രിയെ, ആ മന്ത്രിസഭയിലുള്ള ഇപ്പോൾ കേജ്രിവാൾ ഉൾപ്പെടെ 3 പേര്, അത് കൂടാതെ അവരുടെ പാർലമെന്റിലേക്കുള്ള ഒരു MP, ഇവരെല്ലാം പിടിച്ച് തിഹാർ ജയിലിൽ കിടക്കുകയാണ്. ഇവരെയൊക്കെ പിടിച്ചിടുന്നത് എന്താ? ഈ പാർട്ടി നശിപ്പിക്കണം. കാരണം ഈ എതിർ ശബ്ദങ്ങളെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവർക്ക് വളരെ വലിയൊരു തിരിച്ചടി ഇതിൽ നിന്നുണ്ടാവും. കാരണം ഇങ്ങനെ വിളിച്ച് ഉദ്ഘോഷിച്ചുകൊണ്ട് കുറേ പേരൊക്കെ പുറകെ നടക്കുന്നവരുണ്ട്, വിവരമില്ലാത്തവർ എന്ന് വിചാരിച്ചിട്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വിവരമില്ലാത്തവരാണെന്നുള്ളൊരു ധാരണ വേണ്ട. ഇപ്പം ഡൽഹിയിൽ ഇവർക്കിത് വളരെ വലുതായിട്ട് തിരിച്ചടിക്കും. കേജ്രിവാളിൻ്റെ അവിടുത്തെ ഭരണം, അയാൾ 100 കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല എന്തായാലും, ഇല്ലെന്ന് അയാൾ പറയുന്നു. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവുമില്ല. അയാൾക്കെതിരെ തെളിവ് കൊടുത്തേക്കുന്നത് എന്താ? അയാൾക്ക് തെളിവ് കൊടുത്തേക്കുന്ന ഒരു റെഡ്ഡിയുണ്ട്. റെഡ്ഡി അയാളുടെ കമ്പനി നേരെ ഇതേപോലെ തന്നെ കുരുക്കിയതാണ് അയാളെ കേസിനകത്ത് പെടുത്തി അയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാൾ നോക്കിയപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു 25 കോടി രൂപ അങ്ങ് കൊടുത്തു. അതോടുകൂടി അത് കൊടുക്കുന്ന എന്തിനെന്നാണറിയോ? ആ കൊടുത്തത് 25 കോടി രൂപ കൊടുക്കുന്നതോടൊപ്പം അയാൾ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അപ്രൂവറായി, മാപ്പ് സാക്ഷിയായിട്ട് അയാൾ മൊഴി കൊടുത്തു. അയാളുടെ മൊഴിയാണ് ഈ കേജ്രിവാളിനെതിരെ കൊടുത്തേക്കുന്നതെന്ന് പറയുന്ന തെളിവ്, ഏക തെളിവ്. നിയമത്തിൽ ഈ അപ്രൂവറുടെ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അക്കംപ്ലിസിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് വളരെ വിലക്കുറഞ്ഞ ഒരു എവിഡൻസാണ്. അതിന് 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അത് കാര്യം 2ആണ്. ഒന്ന്, ഇയാൾ കുറ്റം ചെയ്തവരുള്ള ഒരുത്തനാണ്. ഇനി കുറ്റം ചെയ്തത് മാത്രമല്ല, അയാളുടെ കൂട്ടുകാരെ ചതിച്ചവനുമാണ്. അത്രയും വൃത്തികെട്ട ഒരുത്തനാണ് ഈ അക്കംപ്ലിസ് എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് അക്കംപ്ലിസിൻ്റെ എവിഡൻസിന് സ്ട്രോങ് ആയിട്ടുള്ള കൊറോബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ് വേണം. അത് ഇതിന് പിൻബലം കൊടുക്കുന്ന ശരിയായ തെളിവ് വേറെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അക്കംപ്ലിസിൻ്റെ എവിഡൻസ് എടുക്കുകയുള്ളൂ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് ആവശ്യമില്ല. അവർക്ക് എന്തും ആവാം, ഏതുമാവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അങ്ങോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ എവിഡൻസ്, വീക്ക് പീസ് ഓഫ് എവിഡൻസ്, ഒന്നുമില്ലാതെ എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്തൊരു സാധനമാണ്. അത് മാത്രമല്ല, അയാളെ സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അയാൾ അകത്ത് കിടന്നു, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കെ മാപ്പ് സാക്ഷിയാവുന്നു. അയാളെ BJPക്ക് 25 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നു. അയാളുടെ പേര് കേസില്ലാതാവുന്നു. ഇയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ വിശ്വസിക്കും? ആ വിശ്വാസത്തിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ഈ ആർഗ്യുമെൻറ്റുകളെല്ലാം, ഈ വാദങ്ങളെല്ലാം ബധിരകരണങ്ങളിൽ വീഴുന്നു എന്നുള്ളതല്ലാതെ
നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒന്നും ചെവിയിൽ ഇത് കയറത്തില്ല, ഒരു കാര്യമില്ല. കൊണ്ടിരിക്കുക ഈ ഈ ഈ 8,000 കോടി രൂപയോളം വാങ്ങിയെടുത്ത ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ അമർച്ച ചെയ്യുകയാണ്. കോൺഗ്രസിന് ഓരോ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കുക. പണ്ട് ഇത്ര പായി കിടന്ന് മൂത്രം ഒഴിച്ചു, അതിന് ഇൻകം ടാക്സ് ഇത്ര എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തമാശകൾ. ഇതിങ്ങനെ അനിശ്ചിതത്വം നടക്കും ഈ ഇലക്ഷൻ തീരുന്നത് വരെ. നമുക്ക് ഈ കളികൾ ഒരുപാട് കാണാം. പിന്നെ കേജ്രിവാൾ ഒരു ബുദ്ധിമാനായ മുഖ്യമന്ത്രിയായിരുന്നു. അയാൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അയാൾ വകുപ്പുകളൊന്നും അയാൾ ഏറ്റെടുത്തിട്ടില്ല, ഒരു വകുപ്പും. അതുകൊണ്ട് അയാൾക്ക് ഒരു വകുപ്പിൻ്റെയും ചുമതല പ്രത്യേകിച്ചില്ല. വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൂപ്പർവിഷൻ, മന്ത്രിമാരുടെ എല്ലാം സൂപ്പർവിഷൻ നടത്തണം, നാട്ടിലെ ഭരണം എല്ലാം നോക്കണം, ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം നോക്കണം, അത് മതി. അപ്പോൾ അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? എന്താ ഇപ്പം പൂച്ച അന്നേരം വെളിയിൽ ചാടി സഞ്ചിന്ന് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. എന്താ ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്താൽ കുഴപ്പം? അയാളുടെ ഉത്തരവനുസരിച്ച് അയാൾക്ക് എന്താ ബുദ്ധിയില്ലേ? ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധി നശിച്ചു പോകും. അയാൾ നേരിട്ടിറങ്ങി ചെല്ലേണ്ട സാഹചര്യങ്ങളില്ല. മന്ത്രിസഭാ യോഗം അത് വേണമെങ്കിൽ പെർമിഷനോടുകൂടി ജയിലിൽ വെച്ച് കൂടാൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വിർച്വലായിട്ട് കൂടാം, അത് പെർമിഷൻ എടുത്താൽ മതി. അത് അവിടെ നിന്ന് പെർമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എളുപ്പമുണ്ട്, ചെയ്യാതിരിക്കാം. പിന്നെ അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ഭരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടുത്തെ ഗവർണർക്ക് അങ്ങ് സങ്കടമാണ്, കരച്ചിൽ. അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണെന്നറിയാം അവിടുത്തെ ഗവർണർക്ക്. ഭയങ്കര സങ്കടമാണ്. അയാൾ കരച്ചിലാണ് കേട്ടോ. ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് അയാൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഇയാളെ ഇറക്കി വിടണം. അതാണ് വേണ്ടത്. ഈ മന്ത്രിസഭ ഇറക്കി വിടണം, അതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. അല്ലാതെ വേറൊന്നുമല്ല. അതും ഇറക്കി വിട്ടാൽ അവിടെ ഒന്നുമില്ലാതായി ഈ പാർട്ടി തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചാബും ഡൽഹിയും ഒക്കെ ഒന്ന് പിടിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഗോപി അടിച്ചതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ ഡൽഹിയിലൊക്കെ വിവരമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവിടെ കേജ്രിവാൾ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ, വെറുതെ ആൾക്ക് വെള്ളം, കറണ്ട് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളിത് മറക്കും. ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ജനങ്ങൾ ഈ നന്ദി കാണും അവർക്ക് എന്തായാലും. നമ്മൾ കണ്ടല്ലോ, ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം നമ്മൾ കണ്ടില്ലേ? കാരണം ജനങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുക്കും അതെപ്പോഴായാലും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ BJPക്ക് അവിടെ ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. നമുക്ക് കാത്തിരുന്ന് കാണാം. നേരെ ചൊവ്വയുള്ള ഇലക്ഷൻ ആണെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പം നമുക്ക് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷനെയൊക്കെ നിയമിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്ത് നടക്കുമെന്നുള്ളതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. കാരണം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇവിടെ തകർക്കപ്പെട്ടതാണ്. കൂട്ടത്തിൽ ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനി അതേപോലെ തന്നെ ഇനി അവിടെ കിടന്ന് ഭരിച്ചാൽ അവിടെ കിടന്ന് ഭരിക്കാൻ പാടില്ല. BJP പറയുകയാണ്. BJPക്ക് എന്തോ ഇതിനകത്ത് കാര്യം? കേജ്രിവാൾ ഇതേപോലെ PMLA അനുസരിച്ചുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ പ്രശ്നമാണ്, ഒന്നുമല്ലല്ലോ. ഇയാൾ ഭരിക്കാൻ പാടില്ല, ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാൻ പാടില്ല എന്ന് പറയാൻ BJPക്ക് എന്താ അധികാരം? എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് നിയമം ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഭരിക്കാൻ ഒക്കത്തില്ലെന്ന്. ഉണ്ട്. ഏതാണെന്നറിയോ? അയാൾ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറ്റത്തില്ല. അടുത്ത ചില ഒഫൻസുകൾക്ക് കൺവിക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് മത്സരിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഈ കൺവിക്ഷൻ ഉണ്ടെന്നും ഇയാളെ കൺവിക്റ്റ് അല്ല, ഇയാളെ കുറ്റക്കാരനാണെന്ന് കുറ്റാരോപിതനാണ്. ആരോപിതൻ എന്ന് പറഞ്ഞാൽ ആരോപിക്കുന്നു? BJP ആരോപിക്കുന്നതാണ്, അല്ലാതെ വേറെ ആരും ആരോപിക്കുന്നതല്ല. ഈ ഇന്നത്തെ യൂണിയൻ ഗവൺമെൻറ് ആരോപിപ്പിച്ചേക്കാണ് അയാളുടെ പേരിൽ. അതല്ലാതെ അയാൾക്കെതിരെയൊന്നുമില്ല. അയാൾ അവിടെ ഇരുന്ന് ഭരിക്കാൻ തയ്യാറായ ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വകുപ്പിലും എഴുതി വെച്ചിട്ടില്ല ഭരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് കേജ്രിവാൾ ഇറങ്ങി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോകേണ്ട കാര്യമില്ല. അതാണ്.